അതുകൊണ്ട് ക്ലാസ് കട്ട് ചെയ്ത് പോയി കണ്ടാലും വലിയ കുഴപ്പമില്ലടോ. നിന്റെ പ്രീമിടാ നിന്റെ ഇത് മാത്രമേ ഉള്ളോ? ആളുടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണെങ്കിലും സ്ക്രീനിലെ പ്രസൻസ് ആണെങ്കിലും ഇറ്റ്സ് വെരി ഒബ്വിയസ് ദാറ്റ് ഹി ഈസ് വൺ എക്സലന്റ് മാൻ. അതാണ് നമ്മുടെ ജഗദീഷ് ഏട്ടൻ്റെ പവർ. കാരണം ചാക്കോച്ചിന് വേണ്ടി ഒത്തിരി നാളായിട്ടുള്ള സ്നേഹം ഇങ്ങനെ കൊണ്ടു നടക്കുന്ന കുറച്ചു കൂട്ടം ആൾക്കാരാണ്. പ്രസന്റ് ചെയ്യാനായിട്ട് ഐ ഇൻവൈറ്റ് അനു, ഡയസ്, ആദിത്യൻ, രഞ്ജി ആൻഡ് മീര. എന്താ അമ്മേ, അടിപൊളി. പെൺകോട്ടയിലേക്ക് കുറച്ച് പെൺകടുവകളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഓഫീസർ ഓൺ ഡ്യൂട്ടി, അതിൽ ശരിക്കും പുതുമുഖങ്ങളാണെങ്കിൽ പോലും ഇതിൽ അഭിനയിച്ചിരിക്കുന്ന കുറച്ച് പെൺകുട്ടികളുടെ പ്രവർത്തികൾ കണ്ടാൽ നിങ്ങൾ ഞെട്ടും എന്നുള്ളത് ഉറപ്പാണ്. കാരണം സിനിമ റിലീസ് ചെയ്തതിനു ശേഷം അങ്ങനത്തെ ഫീഡ്ബാക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവരുടെ കൂടെ നിങ്ങളുടെ ഈ പെൺകോട്ടയിലേക്ക് വന്നിരിക്കുന്നത്. ഒരുപാട് സന്തോഷം. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ല സിനിമയുടെ ഭാഗമായിട്ട് ആ നല്ല സിനിമയുടെ കൂടെയുള്ള യാത്രയിൽ നിങ്ങളെയും കൂടെ ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നുള്ള സിനിമ അത് റിലീസായി ഏറ്റവും നല്ല രീതിയിൽ പ്രേക്ഷകരെ സ്വീകരിച്ചതിന് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, ഓഫീസർ ഓൺ ഡ്യൂട്ടി ടീമിന്റെ പേരിലും ആ സ്നേഹവും ആ ഒരു നന്ദിയും നിങ്ങൾ നേരിട്ട് അറിയിക്കാൻ വേണ്ടി കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. തിരുവനന്തപുരം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. രണ്ടു മൂന്ന് കാര്യങ്ങളാണ്. പ്രിയ ചേച്ചിയുടെ വീട്, അതിനു മുമ്പ് എൻ്റെ രണ്ട് കാമുകിമാരും ഇവിടെ തന്നെയായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് നല്ല പേടിപ്പിക്കുന്ന ഓർമ്മകൾ തരുന്ന സ്ഥലമാണ്. ആ ഓർമ്മകൾ
ഇപ്പോൾ കഴിച്ച 2005 മുതൽ 2025 വരെ ഏകദേശം 20 വർഷത്തോളം ആ പേടിപ്പെടുത്തൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കാരണം മൂന്നാമത്തെ പ്രണയം ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഇരിപ്പുണ്ട്. പക്ഷെ ഒരുപാട് സന്തോഷം. കാരണം ഇപ്പം ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ ഈ സ്നേഹം സ്വീകരിച്ച് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു 75% എൻ്റെ ഭാര്യയ്ക്ക് അർഹപ്പെട്ടതാണ്. അത് ഒരു വെറും വാക്കല്ല, അത് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ അനുഭവിച്ചിട്ടുള്ള, ഞാൻ അറിഞ്ഞിട്ടുള്ള, പഠിച്ചിട്ടുള്ള കുറച്ച് പാഠങ്ങളാണ്. ഇപ്പം എൻ്റെ ഫാമിലിയിൽ തന്നെ നോക്കുകയാണെങ്കിൽ എൻ്റെ മുത്തച്ഛി മുതൽ എൻ്റെ അമ്മ മുതൽ എൻ്റെ ഭാര്യ വരെ എത്തി നിൽക്കുമ്പോൾ ഏറ്റവും ശക്തമായ കുറച്ച് സ്ത്രീകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരുപാട് നന്ദി ദൈവത്തോട് പറയുകയാണ്. അതുകൊണ്ട് തന്നെ വിമൻസ് കോളേജിലേക്ക് വരുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സ്നേഹവും ബഹുമാനവും ഒക്കെയാണ്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ ഓപ്പോസിറ്റ് ഡ്യൂട്ടി ഒരു ചേച്ചി അവിടെ ഒരു നൂഞ്ഞാലൊക്കെ അടി എവിടെ പോകുന്നു ചക്കര. അതുപോലെ കൊള്ളാം. കാരണം ഒരുപാട് രസകരമായ കാഴ്ചകളും കൂടെ കാണാനായിട്ട് സാധിക്കുന്നില്ല. ഒന്ന് കൂടെ പോയി ആടിയാലോ? വേണ്ട, ഡേഞ്ചറാണ്, വിചാരിക്കുന്ന പോലെ അല്ല. ശരി, ഓക്കെ. ഓപ്പോസിറ്റ് ഡ്യൂട്ടി എന്നുള്ള സിനിമ ഏറ്റവും നല്ല രീതിയിൽ പ്രേക്ഷകർ സ്വീകരിക്കുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് ഞങ്ങളിവിടെ വരുമ്പോൾ നിങ്ങളുടെ തന്നെ നാട്ടുകാരനായ നിങ്ങളുടെയൊക്കെ ഒരു എന്താ പറയുക ഗുരുതുല്യനെന്ന് പറയാമെങ്കിലും ഞങ്ങളുടെ ഇടയിൽ ഏറ്റവും യുവത്വം കാത്തു സൂക്ഷിക്കുന്ന ജഗദീഷ് ചേട്ടനും കൂടെ ഉള്ളപ്പോൾ എൻ്റെ രണ്ടാമത്തെ സിനിമ മുതൽ എൻ്റെ സിനിമ ജീവിതത്തിലെ യാത്രയിൽ ജഗദീഷ് ചേട്ടൻ കൂടെ ഉണ്ടായിരുന്നു. പണ്ട് ഞങ്ങൾ ചെയ്യുന്ന സിനിമകൾ കൂടുതലും ഒരു ഹ്യൂമർ ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമകളായിരുന്നു, അല്ലെങ്കിൽ കഥാപാത്രങ്ങളായിരുന്നു. പക്ഷേ വർഷങ്ങൾക്കിപ്പുറം ഒരുപാട് ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും ഒന്നിക്കുമ്പോൾ ഏതൊരു രീതിയിലും എങ്ങനെ മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തോടൊപ്പം ഒരു സിനിമയിലും ഒരു സീനുകളിലും അഭിനയിക്കാൻ സാധിച്ചത് ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആ ഒരു യാത്രയിലും ഭാഗമാകാൻ സാധിച്ചതിന് ഞാൻ സന്തുഷ്ടനാണ്, അല്ലെങ്കിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നുള്ളതിന്റെ അവസരത്തിൽ അറിയിക്കുന്നു. ജഗദീഷ് ചേട്ടന്റെ ഒരു റീഇൻവെന്റഡ് ജഗദീഷ് ആക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ സിനിമയിലും ജഗദീഷ് ചേട്ടന്റെ ഒരു നല്ല പ്രകടനം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ കൂടെ ഇവിടെ വന്നിട്ടുള്ള വിശാഖ നായരാണെങ്കിലും വിഷ്ണു ആണെങ്കിലും അതുപോലെ തന്നെ പുതുമുഖങ്ങളായ ഐശ്വര്യ, ലയ, ഇവരൊക്കെ ആണെങ്കിലും ഒരു തുടക്കക്കാരൊന്നും അല്ലെങ്കിൽ കുറച്ച് സിനിമകൾ മാത്രം അഭിനയിച്ച് പരിചയമുള്ളവരൊന്നും ഒരു പരിമിതി ഇല്ലാതെ ഏറ്റവും നന്നായിട്ട് അവരുടെ കഥാപാത്രങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാത്തവരുണ്ടെങ്കിൽ അത് സിനിമാ തിയേറ്ററിൽ ചെന്ന് കാണുമ്പോൾ മനസ്സിലാവും. കാരണം ഈ സിനിമ ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയോടുകൂടി എന്റർടൈനിങ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാനായിട്ടുള്ള ഒരു ക്രിയേറ്റീവ് സൈഡ് ഈ സിനിമയിലുണ്ട്. മാർട്ടിൻ പ്രക്കാട്ട് നമുക്കറിയാം, ഒരുപാട് നല്ല സിനിമകൾ നൽകിയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. ഈ സിനിമയുടെ വൺ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സാണ്. അതുപോലെ ഷാഹി കബീർ ഒരുപാട് നല്ല പോലീസ് സിനിമകൾ മലയാളത്തിന് അല്ലെങ്കിൽ മലയാളത്തിന് അഭിമാനിക്കുന്ന രീതിയിൽ ദേശീയ അന്തർദേശീയ തലത്തിൽ ഉയർത്തപ്പെട്ടിട്ടുള്ള സിനിമകളുടെ തിരക്കഥാകൃത്തായ ഷാഹി ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റിംഗിലുണ്ട്. കണ്ണൂർ സ്ക്വാഡ് പോലെയുള്ള പോലീസ് സിനിമകൾ ഡയറക്റ്റ് ചെയ്ത റോബി രാജാണ് ഇതിന്റെ ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത്. ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക്, ചമൻ ഷാഖയുടെ എഡിറ്റിംഗ്, അങ്ങനെ ഏതൊരു ആൾക്കും കൂടെ വർക്ക് ചെയ്യാനായിട്ട് എക്സൈറ്റ്മെന്റ് ഉള്ള ഒരു ക്രിയേറ്റീവ് സൈഡ്, ക്രിയേറ്റീവ് ടീം ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ യാതൊരു രീതിയിൽ നിങ്ങളെ എന്താ പറയുക നിരാശപ്പെടുത്താത്ത ഒരു ടീമിനോടൊപ്പം ആ ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാനായിട്ട് സാധിച്ചു എന്നുള്ളൊരു സന്തോഷമുണ്ട്. അത് അതേ രീതിയിൽ പ്രേക്ഷകർ സ്വീകരിച്ചതിൽ ഒരുപാട് സന്തോഷവും ആശ്വാസമുണ്ട്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ ചെന്ന് കാണുക. ആ ഒരു ക്വാളിറ്റി, ആ ഒരു ഫിനസും അല്ലെങ്കിൽ തിയേറ്ററിൽ ചെന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഗ്രാൻഡറും ഈ സിനിമയ്ക്കുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് അതേ രീതിയിൽ സ്വീകരിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി. അപ്പോൾ പെൺകോട്ടയിലെ പെൺപുലികൾക്ക് മുന്നിൽ ഞങ്ങളുടെ ഓഫീസർ ഡ്യൂട്ടി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ താങ്ക് യു വെരി മച്ച് ഫ്രം മൈ ഹാർട്ട്. വീണ്ടും നല്ല സിനിമകളും നല്ല കഥാപാത്രങ്ങളോട്ട് വരും. നിങ്ങൾ വേറെ ലെവൽ പൊളിയാണ്. ഇത്രയും കുറച്ച് ആൾക്കാർ ഉണ്ടെങ്കിൽ പോലും പെട്ടെന്നാണ് നമ്മൾ ഈ സംഘടിപ്പിച്ചെങ്കിൽ പോലും നിങ്ങളുടെ വൈബ് എന്ന് പറയുന്നത്, എനർജി എന്ന് പറയുന്നത് വേറെ ലെവലാണ്. താങ്ക് യു ഫോർ ദാറ്റ്. താങ്ക് യു. ലവ് യു ഓൾ. അനന്തപുരിയുടെ സൗന്ദര്യത്തിന് എന്റെ വിനീതമായ നമസ്കാരം. ഓഫീസർ ഓൺ ഡ്യൂട്ടിയില് ചാക്കോച്ചൻ സർക്കിൾ ഇൻസ്പെക്ടർ ഹരിശങ്കറാണ്. ഹരിശങ്കർ ചാക്കോച്ചന്റെ മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും പോയിട്ടില്ല. അതിനുള്ള ഒരു തെളിവ് ഇവിടെ ഉണ്ട്. നിങ്ങളോട് സംസാരിക്കുന്നതിനിടയിൽ 180 ഡിഗ്രിയിൽ ഒരു സുന്ദരി ഊഞ്ഞാലാടുന്നത് കണ്ടു.
നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല. നമ്മളിങ്ങനെ ഫേസ് ഇവിടെ ഊഞ്ഞാലാടുന്നത് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പൊ ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ്, ഇപ്പോഴും ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ്. ഭംഗി വാക്കാട്ട് തമാശയ്ക്ക് പറഞ്ഞാണെങ്കിലും ഓഫീസർ ഓൺ ഡ്യൂട്ടിന്റെ പ്രൊമോഷൻ സമയത്ത് 10ഓളം പ്രോഗ്രാംസിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു, ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ പറഞ്ഞ ഓരോ കാര്യവും സത്യമാണെന്ന് തെളിഞ്ഞതിൽ ഈശ്വരനോടും നിങ്ങളോടും നന്ദി പറയുന്നു. കാരണം അന്ന് ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് അവകാശവാദങ്ങളൊന്നുമില്ല, ഇതൊരു നല്ല ഫാമിലി ആക്ഷൻ ത്രില്ലർ സസ്പെൻസ് മൂവി ആയിരിക്കും എന്ന് പറഞ്ഞു. അതിൽ വേറൊരു കാര്യം ഞാൻ കൂട്ടിച്ചേർത്തു, ചാക്കോച്ചന്റെ കരിയറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിരിക്കും എന്ന് ഞാൻ അന്ന് പറഞ്ഞു. അത് മാത്രമേ എനിക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ. പെർഫോമൻസ് ബാക്കി എല്ലാവരും അവരവരുടെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ചാക്കോച്ചന്റെ കാര്യത്തിൽ നിങ്ങൾ സിനിമ കാണുമ്പോൾ ഇവിടെയും ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നു, ചാക്കോച്ചന്റെ ഔട്ട്സ്റ്റാൻഡിങ് ബ്രില്യന്റ് എക്സ്ക്യൂസിറ്റ് പെർഫോമൻസ്. അത് നമുക്ക് ആ തിയേറ്ററിൽ പോകുമ്പോൾ തുടക്കം മുതൽ ഒടുക്കം വരെ ഇനി എന്ത് സസ്പെൻസ് എന്ന് പറയുന്നത് സോഷ്യൽ സസ്പെൻസ് മൂവിയാണ്. ഇതൊരു ക്രൈം മാത്രമല്ല, ഫാമിലിയിൽ നടക്കുന്ന കാര്യം, ഇനി ഫാമിലിയിൽ ഈ ബോണ്ടിങ്ങിനിടയിൽ എന്തൊക്കെ നടക്കുന്നുള്ള കാര്യത്തിൽ ഓരോ സെക്കൻഡും മാറി മാറി വരുന്ന ഒരു ടെൻഷൻ ബിൽഡിംഗ് എഡ്ജ് ഓഫ് ദ സീറ്റ് ത്രില്ലർ അല്ലാന്ന് പ്രൊമോഷൻ സമയത്ത് ഞാൻ പറഞ്ഞു. പക്ഷെ ഇന്നലെ ഞാൻ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തന്നെ തോന്നി ഇതൊരു എഡ്ജ് ഓഫ് ദ സീറ്റ് ത്രില്ലറാണ്. അത്രയ്ക്ക് എന്റർടൈൻമെന്റ് ഉള്ള. ഇനി ജിത്തു അഷ്റഫിനെ കുറിച്ച് എനിക്ക് 2 വാക്ക് പറയാനുണ്ട്. അദ്ദേഹത്തിന് അസോസിയേറ്റ് ഡയറക്ടർ എന്ന നിലയ്ക്കാണ് ഞാൻ പരിചയപ്പെടുന്നത്. പക്ഷേ സിനിമ സംവിധാനം ചെയ്യുമ്പോൾ ഒരു കന്നി സംവിധായകനാണെന്ന് തോന്നാത്ത രീതിയിൽ എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളെ പോലെ ഓരോ ഷോട്ടും എടുക്കുമ്പോഴും ഓരോ ലൈൻ അത് സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴും അതിൻ്റെതായിട്ടുള്ള ഇൻ ഡെപ്തിൽ പോയിട്ടുള്ള ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡയറക്ടറാണ്. അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞതും എൻ്റെ ഭാഗ്യമാണെന്ന് ഞാൻ കരുതുന്നു. അതേപോലെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് മാർട്ടിൻ പ്രക്കാട്ട്, രഞ്ജിത്ത്, സിബി, ഇവർ 3 പേരുമാണ് ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ്. ബാക്കി ക്യാമറാമാൻ തീർച്ചയായിട്ടും റോബി, നിങ്ങൾക്ക് അറിയാവുന്നതാണ്, കണ്ണൂർ സ്ക്വാഡിന്റെ ഡയറക്ടർ കൂടിയാണ് റോബി. അങ്ങനെ ചമൻ ചാക്കോ, ദെൻ ജെയ്ക്സ് ബിജോയ്, അങ്ങനെ ഒരു വണ്ടർഫുൾ ടീമാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഓഫ് കോഴ്സ് നിങ്ങൾ വിശാഖിന്റെയും ഒക്കെ തന്നെ പെർഫോമൻസ്, വിഷ്ണുവിന്റെ ഒക്കെ പെർഫോമൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്, കാണാൻ പോവുകയാണ്. ഐശ്വര്യ, ലയ, ഞങ്ങളെല്ലാം കൂടെ ഒരു ടീം വർക്കാണ്. ഈ ടീം വർക്കിന്റെ വിജയമായിട്ട് കണക്കാക്കുകയാണ്. പ്രേക്ഷകരോടുള്ള നന്ദി, നമ്മുടെ കേരളത്തിന്റെ അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ അല്ലെങ്കിൽ സിനിമാ പ്രേക്ഷകരുടെ ഏറ്റവും നല്ലൊരു ക്രോസ് സെക്ഷനാണ് എൻ്റെ മുന്നിലുള്ളത്. അപ്പോൾ എല്ലാവരോടുമുള്ള നന്ദി ഈ പരിച്ഛേദത്തിലൂടെ ഞങ്ങൾ അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അപ്പം 2 വാക്ക് സംസാരിക്കുന്നതിനായിട്ട് കുട്ടീനെ വേദിയിലേക്ക്. പെങ്കോട്ടയ്ക്ക് എൻ്റെ നമസ്കാരം. ഇങ്ങനെ കുറേ കോളേജസ് കയറിയിട്ടുണ്ട്, പക്ഷേ ഇന്നിവിടെ വന്നപ്പോൾ എന്തോ ഒരു നെഞ്ചെടുപ്പ് കുറച്ച്. ഈ കോളേജിൻ്റെ ബ്യൂട്ടിയും അല്ലാത്ത ബ്യൂട്ടിയും ഒക്കെ അതിഗംഭീരം തന്നെ. എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? ഞങ്ങളിന്നിവിടെ വളരെ വളരെ ഹാപ്പിയും വളരെ പ്രൗഡും വളരെ താങ്ക്ഫുള്ളും ആയിട്ടാണ് ഈ ഒരു എൻറ്റയർ ടീം ഇവിടെ വന്നിരിക്കുന്നത്. നേരത്തെ ഇവർ പറഞ്ഞ പോലെ തന്നെ കുറേ ബ്രില്യൻറ്റ് ടെക്നിക്കൽ മൈൻഡ്സും കുറേ ബ്രില്യൻറ്റ് ആർട്ടിസ്റ്റും കൂടെ ചേർന്നുണ്ടാക്കിയൊരു സിനിമയാണിത്. ആൻഡ് വി ആർ വെരി താങ്ക്ഫുൾ ദാറ്റ് ഇറ്റ്സ് ഫൈൻഡിങ് എൻ ഓഡിയൻസ്. നിങ്ങൾ ഉറപ്പായിട്ട് പോയി സിനിമ കാണില്ലേ? താങ്ക് യു സോ മച്ച്. ആൻഡ് ഇവിടെ പോകുന്നതിന് മുമ്പ് റാപ്പ് ദിസ് അപ്പ് റിയലി ക്വിക്ക്. ഈ ഹോസ്റ്റ് ചെയ്യുന്ന ഇയാളെ ഒന്ന് സ്റ്റേജിലോട്ട് വിളിച്ചോട്ടെ ഒന്നുകൂടെ. മാം പ്ലീസ്. മാം പേരെന്തായിരുന്നു? തബീത്ത. Guys, one round of applause for her, please. എടോ, തൻ്റെ സ്വാഗ്, തൻ്റെ ഈസ്, തൻ്റെ കൺട്രോൾ, ഒരു ഫാനാണ്. ഓക്കെ, യു ആർ സോ ഗുഡ്, ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഗൈസ്, താങ്ക് യു സോ മച്ച്. എല്ലാവരും സിനിമ പോയി കാണുക. പ്ലീസ് ടെൽ യുവർ ഫ്രണ്ട്സ്. താങ്ക് യു സോ മച്ച്. ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങൾ ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡോടെയാണ് ഇവിടെ നിൽക്കുന്നത്. ഇത്രയും പ്രതീക്ഷയില്ല. തിയേറ്റർ റെസ്പോൺസ് ആണെങ്കിലും പൊതുവെയുള്ള റിവ്യൂസ് ആണെങ്കിലും എല്ലാവരും നല്ല അടിപൊളി ഗംഭീരമാണെന്ന് പറയുന്നു. നിങ്ങൾ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്തും പറയുന്നില്ല. നിങ്ങൾ പോയി കണ്ടു നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അടിപൊളി മൂവിയാണ്. ഞാൻ അഭിനയിച്ചതുകൊണ്ട് പറയല്ല, എല്ലാവരും ഭയങ്കര അടിപൊളിയാണ്. ഇവിടെ ഇരിക്കുന്ന ആൾക്കാരും ഇവിടെ ഇരിക്കാത്ത ആൾക്കാരും നല്ല അടിപൊളിയായിട്ടുള്ള വർക്ക് ചെയ്തിട്ടുണ്ട്, നല്ല എഫോർട്ട് എടുത്തിട്ടുണ്ട്, നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഞങ്ങളുടെയൊക്കെ ഈ പറഞ്ഞ സ്വാഗ് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് സിനിമ കണ്ടു വരും. So, thank you so much. Thank you for inviting us. Sorry. Hi everyone.
Can I just say, yeah, the only thing that I could think about was that I'm so happy that I'm a woman, and I'm so happy to be here amongst all of you. And Padathila, I play a role, that's a character called Selin, who's a lot like all of you guys. She's very strong, she's very headstrong, like in the kind of role. So, very, very happy to be representing all of you in the film. Thank you. അടിപൊളി. ഞാൻ ബേസിക്കലി ഇന്നലെ നമ്മൾ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് നല്ല റിവ്യൂസ് കേട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സോ ഇന്നലെ മൊത്തം പ്രൊമോഷനും സംഭവങ്ങളുമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. രാത്രി എനിക്ക് തോന്നുന്നു അറൗണ്ട് 12 o'clock 1 o'clock ആണ് എത്തിയത്. രാവിലെ 6 മണിക്ക് അവിടുന്ന് വന്നു. സോ ടയേർഡായിട്ടാണ് നമ്മളിവിടെ എത്തിയത്. ബട്ട് ഐ തിങ്ക് ഇവിടെ വന്നതിന് ശേഷം എല്ലാ ടയർഡ്നെസ്സും പമ്പാടുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വൈബ് ഗൈസ്. വെരി ഹാപ്പി ടു ബി ഹിയർ. ആൻഡ് പടം നിങ്ങളെല്ലാവരും സാറ്റർഡേ പറഞ്ഞ പോലെ പോയി കാണണം. ആൻഡ് ഇഫ് യു ലൈക്ക് ദ ഫിലിം എല്ലാവരോടും പറയണം, ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കണം. ആൻഡ് കീപ് ഗിവിംഗ് ദിസ് ലവ്. താങ്ക് യു സോ മച്ച്. ഒരാൾ എക്സാംസ് കഴിഞ്ഞോ ഇല്ലേ? കഴിഞ്ഞില്ല ഇവിടെ. ഓ ശരി, തുടങ്ങാം. കഴിഞ്ഞു. എന്നിട്ട് എന്താണോ സിനിമ കാണാൻ പോകുന്നത്? ഇത്രയും ചെറിയ സമയം കൊണ്ട് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഇവിടെ നന്നായിട്ട് ഓർഗനൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ പ്രിൻസി വേറെ ലെവലല്ലേ? അതുകൊണ്ട് ക്ലാസ് കട്ട് ചെയ്ത് പോയി കണ്ടാലും വലിയ കുഴപ്പമില്ലടോ. പക്ഷെ അതൊക്കെ പോട്ടെ. ഡാൻസിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റെപ്പ് കാണിച്ച ഒരു ചേച്ചി അവിടെ ഉണ്ട്. ആ ചെക്ക് അത് തന്നെ. വാ ധൈര്യമായിട്ട് വാ. സിമ്പിൾ സ്റ്റെപ്സ് ആണ്. നമ്മുടെ പ്രേമത്തില് സൗബിൻ പറയുന്ന പോലെ സിമ്പിൾ സ്റ്റെപ്സ്. വെറുതെ ചുമ്മാ എന്നാ. പേരെന്താ? പൂർണിമ. ചെരുപ്പ് 100 കേട്ടോ. വാ പൂർണിമ. ഇന്ദ്രജിത്തിന്റെ വൈഫിന്റെ പേരാണ് പൂർണിമ അല്ലേ? അപ്പം നമ്മുടെ കൂടെ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ ഒരു നിയോൺ റൈഡ് എന്ന് പറയുന്നൊരു കുറച്ച് സ്വാഗം പരിപാടികളൊക്കെ ഉള്ളൊരു പാട്ടുണ്ട്. എല്ലാവരും കൂടി കളിക്കുക. എന്തായാലും പൂർണിമയുടെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും. കുറച്ച് പേര് വിളിച്ചോ, ആളെ കൂട്ടിക്കോ. ജിൻസി, വൈഭവി, ജിൻസി, വൈഭവി ഇല്ലേ? പൂർണിമ ഈ കേസ് ഒറ്റപ്പെട്ടു പോകും. കമോൺ. ചോക്ലേറ്റ് കേക്ക് തരുന്നു. വാവ്.